ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹോംലി ട്രെൻഡ്സ്. അപ്പോൾ ഇന്നൊരു സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി കപ്പപ്പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സോഫ്റ്റ് കപ്പപ്പുട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാൻ കപ്പ ഉണക്കി വെച്ചതാണിത്. ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ട് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കാം. ഒരു കപ്പ് സ്റ്റീംഡ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. 2 കപ്പ് കപ്പപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനാവശ്യത്തിന് ഉപ്പ് കലക്കിയെടുക്കാം. ആ വെള്ളം ഉപയോഗിച്ച് നമുക്ക് പുട്ടുപൊടി നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം. കുറച്ച് വെള്ളം അധികം ആവശ്യമുണ്ട്. സ്റ്റീം പൊടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കുതിർത്ത് വെക്കാം. അതിന് ശേഷം നമ്മൾ ഇതൊന്ന് മാറ്റി വെക്കാം. കപ്പപ്പൊടിയും കൂടെ ഇതുപോലെ ഒന്ന് നനച്ചെടുക്കാം. വെള്ളം അധികമാവാതെ സൂക്ഷിക്കണം. നനച്ചെടുത്ത 2 പൊടികളും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരുപോലെ ആക്കി വെക്കാം. കുറച്ച് തേങ്ങയും കൂടെ എടുക്കാം. ഞാനിത് ചിരട്ടയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് നമ്മുടെ പുട്ടുപൊടി മിക്സ് ഇട്ട് കൊടുക്കാം. മുകളിൽ കുറച്ചുകൂടെ തേങ്ങ വെച്ച് കൊടുക്കാം. കുക്കറിൻ്റെ വെയിറ്റ് ഊരി വെച്ചതിന് ശേഷം അങ്ങനെയും ചെയ്യാം. ഇതുപോലെ പുട്ടുകുടത്തിൻ്റെ മുകളിൽ ആവി വന്നതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ കപ്പപ്പുട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തിയുമായിട്ടുള്ള അടിപൊളി പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.